once again, welcome back to our family. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പലരും ഉപയോഗിക്കുന്ന ഒരു സംഭവത്തെ പറ്റിയാണ്. ഇതൊക്കെ ഇങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രമാത്രം യൂസ്ഫുൾനെസ് ആണ് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഹെൽത്തിനും കിട്ടുന്ന പലർക്കും അറിയത്തില്ല. ഇപ്പം നമ്മളിന്ന് പറയാൻ പോകുന്നത് തൈരിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ അതിന് പറയുന്നതിന് മുമ്പ് എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒട്ടും മറക്കണ്ട, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറം ബെൽ ബട്ടൺ അമർത്തുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഒട്ടും വേഗം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പറഞ്ഞു. നമ്മൾ പറയാൻ പോകുന്നത് തൈരിന്റെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ്. ഈ തൈര് നമ്മൾ എല്ലാവരും തന്നെ ഉപയോഗിക്കാറുണ്ട്, പലരും മുഖത്തൊക്കെ എല്ലാവരും തന്നെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ യൂസ്ഫുൾനെസ്സിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ തൈരിൽ അടങ്ങിയിരിക്കുന്നത് ലാക്റ്റിക് ആസിഡ്, ഫാറ്റ്, പ്രോട്ടീൻ ഇതൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്. ഇത് നമ്മുടെ സ്കിന്ന്, ഹെയർ അതുപോലെ ഹെൽത്തിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ആദ്യം ഞാൻ പറയുന്നത് സ്കിന്നിനെ പറ്റി, അത് കഴിഞ്ഞിട്ട് ഹെയറിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഹെൽത്തിനെ പറ്റി ഞാൻ പറയുന്നില്ല, ഞാൻ കൂടുതലും ബ്യൂട്ടിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്കിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടി വളരെ യൂസ്ഫുൾനെസ് ആണ്. കാരണം ഈ ലാക്റ്റിക് ആസിഡ് കേറിനകത്ത് കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മളത് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത്. ഈ ലാക്റ്റിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു AHA എന്ന പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് നമ്മുടെ അത് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത്, നമ്മുടെ സ്കിൻ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത്. അതാണ് നമ്പർ 1. ഈ നമ്പർ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി നന്നായിട്ട് ഇൻക്രീസ് ചെയ്യിക്കും. ഈ ഇലാസ്റ്റിസിറ്റി ഇൻക്രീസ് ചെയ്യിക്കുമ്പോൾ തന്നെ നമ്മുടെ ഏജിങ് പ്രോസസ്സ് കുറയും. നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഏജിങ് പ്രോസസ്സ് കുറയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും നമ്മുടെ കേട്. അതുപോലെ തന്നെ ഈ സൺ ടാൻ ഒക്കെ വരുമ്പോൾ നമുക്ക് കേട് ഉപയോഗിച്ച്, ഞാൻ ആദ്യം മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കേട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൺ ടാൻ ഒക്കെ പോകും. കാരണം നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ നമ്മൾ എത്ര സൺ പ്രൊട്ടക്റ്റഡ് ക്രീം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും കുറച്ചൊക്കെ നമുക്കൊരു സൺബേൺ ഉണ്ടാകും. അപ്പം നമ്മൾ ചെറിയൊരു തക്കാളി എടുക്കുക, അതുപോലെ നമ്മൾ തൈരും എടുത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ സൺടാൻ ഒത്തിരി ആയിട്ട് മാറും. അതുപോലെ തന്നെ ഈ തൈര് നമുക്ക് സ്കിന്നിന് നല്ലൊരു മോയ്സ്ചറൈസസ് തരും. നല്ലൊരു മോയ്സ്ചർ തരുന്നുണ്ടെങ്കിൽ നന്നായിട്ട് തരും. കാരണം നമ്മൾ ഒന്നെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ രാവിലെ എണീറ്റോ നമ്മൾ സ്കിന്നിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വ്യത്യാസം വരും. കണ്ടിന്യൂസ് ഇട്ടാലും വലിയ കുഴപ്പമൊന്നും വരാത്തത് കാരണമാണ്. കാരണം ഒരു സൈഡ് എഫക്റ്റ് ഒന്നും തൈരിനില്ല. അതുപോലെ തന്നെ നമ്മളിപ്പം പുറത്ത് നമ്മൾ ഫ്രിഡ്ജിലല്ലാതെ തന്നെ തൈര് വെച്ചാൽ പോലും നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിലും തൈരിന് എപ്പോഴും ഒരു കൂൾനെസ് ഉള്ളത് കൊണ്ട് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആക്കാനും കൂടുതൽ യൂസ് ചെയ്യും. അതുപോലെ തന്നെ സ്കിന്ന് സ്മൂത്ത് ചെയ്യാനും കൂടുതൽ യൂസ് ചെയ്യും. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് ഫേസ് പാക്കിനെ പറ്റിയാണ്. നമുക്ക് സ്കിന്നിൽ ഇടാൻ പറ്റിയ കുറച്ച് ഫേസ് പാക്കിനെ പറ്റിയാണ്. അപ്പം നമ്മൾക്ക് പലർക്കും പല ടൈപ്പുള്ള സ്കിന്നായിരിക്കും. ഡ്രൈ സ്കിൻ ഉള്ളവരുണ്ട്, ഓയിലി സ്കിൻ ഉള്ളവരുണ്ട്, കോമ്പിനേഷൻ സ്കിൻ ഉള്ളവരുണ്ട്, സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരുണ്ട്. ഈ 4 ടൈപ്പുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് കേട്. കാരണം എത്ര ഇറിറ്റേഷൻ ഉള്ള ആൾക്കാർക്കും കേട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റം വരാറുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് പറയുന്നത് ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്കിനെ പറ്റിയാണ്. ഈ ഡ്രൈ സ്കിന്നുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ്. അപ്പോൾ നമ്മൾ നമുക്ക് ആവശ്യത്തിനുള്ളത് കേട്ടോ, ഒരു ടേബിൾ സ്പൂൺ അല്ല, ഡിപ്പെൻഡ് അപ്പോൾ നമ്മൾ എത്രമാത്രം ഫേസിൽ മാത്രമാണോ, ഇനി കയ്യിലും സാധാരണ ഫേസ് പാക്ക് ഇടുന്നവർ കയ്യിലും ഉപയോഗിക്കുന്നവരുണ്ട്, ബാലൻസ് ചെയ്യുന്നു. അപ്പം ഫേസ് പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് തൈരും അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ഹണിയും എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം മുഖത്ത് പുരട്ടി കൊടുത്ത് ഒരു 15 മിനിറ്റോളം വെക്കുക. ഒത്തിരി ഡ്രൈ ആക്കണ്ട, ഒരു 15 മിനിറ്റോളം വെക്കുക. നിങ്ങൾക്ക് ഒത്തിരി ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ, വളരെയധികം ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ ഒരു ഡ്രോപ്പ് ഒലിവ് ഓയിൽ ഒന്ന് ആഡ് ചെയ്യുന്ന നല്ലതായിരിക്കും. ഇത് നിങ്ങൾക്കൊരു വീക്ക്ലി 2-3 ടൈംസ് യൂസ് ചെയ്യാം. അതുപോലെ ഇതിപ്പോൾ നമ്മൾ ചെയ്യുമ്പം ഈ ഒരു ഫേസ് പാക്ക് ഇടുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഏജിങ് പ്രോസസ്സിങ് സ്ലോ ആക്കും. അതുപോലെ നല്ല മോയ്സ്ചറൈസ് ആക്കും. കാരണം നമ്മളിത് ആഡ് ചെയ്തേക്കുന്ന ഹണിയും ഒലിവ് ഓയിലും ആഡ് ചെയ്തിട്ടുണ്ട്. ഹണിയും അല്ലെങ്കിൽ കേർഡ് ഉപയോഗിച്ചാലും നല്ലൊരു മാറ്റം വരുന്നത് ഡ്രൈ സ്കിന്നുകാർക്ക് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആട്ടോ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഓയിലി സ്കിന്നുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓയിലി സ്കിന്നുകാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടിയോ അല്ലെങ്കിൽ കടലമാവോ ഇതിൽ ഏതെങ്കിലും എടുക്കാം കേട്ടോ. അരിപ്പൊടി ആയിരിക്കും ഇത്തിരിയുടെ നല്ലത്. കടലമാവാകുമ്പോൾ വേഗം തന്നെ നമ്മുടെ മുഖത്തോട്ടങ്ങ് പിടിക്കും, വലിയാൻ തുടങ്ങും വേഗം. അതിൽ ഇച്ചിരി നല്ലത് അരിപ്പൊടിയും അതുപോലെ തന്നെ തൈരും നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ മുഖത്ത് ഒരു സെമി ഡ്രൈ ആകുമ്പോഴത്തേക്കും വാഷ് ചെയ്യുക. കാരണം ഓയിൽനെസ് ഉള്ളവർക്ക് ഒരു സെമി ഡ്രൈ ആണ് എപ്പോഴും ഏത് ഫേസ് പാക്ക് ഇട്ടാലും നന്നായിട്ട് അതിൻ്റെ റിസൾട്ട് കാണിക്കുള്ളൂ. അത് നിങ്ങൾക്ക് ഒരു വീക്ക്ലി 3 ടൈംസ് ഒക്കെ ഇടുന്നതിന് കുഴപ്പമില്ല. ഞാൻ പോകുന്നത് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് എന്തിട്ടാലും സെൻസിറ്റീവും ഇറിറ്റേഷൻസും, ചില ആൾക്കാർക്ക് ഇങ്ങനെ എന്ത് ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ടെങ്കിലും മുഖത്ത് ഇങ്ങനെ പൊങ്ങലൊക്കെ വരുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട്.
അപ്പം ഈ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ തൈരും അതുപോലെ തന്നെ ഓട്സ് നന്നായിട്ട് പൊടിക്കുക. ഇത് രണ്ടുകൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പേസ്റ്റ് ഇതാകും, ഒരു പേസ്റ്റ് ഫോം ആകും. അത് യൂസ് ചെയ്താൽ മതി. എന്നിട്ടും അതും ഒരു സെമി ഇതാകുമ്പോഴത്തേക്കും തന്നെ വാഷ് ഔട്ട് ചെയ്യാൻ നോക്കുക. ഇനി കോമ്പിനേഷൻ സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ നിങ്ങൾ അത് ഫസ്റ്റ് നോക്കുക, ഡ്രൈ ആണോ അതോ ഓയിലാണോ എന്ന് നോക്കിയിട്ട് ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പൊ ഇനി നമുക്ക് പറയാൻ പോകുന്നപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത് സ്കിന്നിന്റെ കാര്യമാണ്. ഇനി നമുക്ക് ഹെയറിൽ നമുക്ക് എങ്ങനെയാണ് കേർഡ് യൂസ് ചെയ്യാന്നതിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഹെയറിൽ നമ്മൾ ഹെയർ പാക്ക് ഇടുന്നവരോട് ഞാൻ ആദ്യം പറയുന്നത്, നമ്മുടെ ഹെയർ ഇപ്പം ചില ആൾക്കാരുടെ ഹെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കൊഴിച്ചിലുണ്ടാവും. അപ്പം നല്ല ലൂസായിട്ടുള്ള ഹെയർ പാക്സ് യൂസ് ചെയ്യാൻ പാടില്ല. അല്ലാതെ വേഗം ഡ്രൈ ആവുന്ന ഹെയർ പാക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കഴുകുമ്പം ഓൾറെഡി പോരാനിരിക്കുന്ന നമ്മൾ ഓൾറെഡി ഹെയർ പാക്ക് ഇട്ട് കഴിയുമ്പം നമ്മുടെ പോസ് എല്ലാം ഓപ്പൺ ആവും. അപ്പം തന്നെ പോരാനിരിക്കുന്ന മുടി അതിൻ്റെ കൂടെ വേറെ കുറച്ച് മുടിയും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു ഇത് കാണുന്നപ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ നമ്മൾ ഇത്രയും ഹെയർ പാക്ക് ഇട്ടിട്ടും ഇത് തന്നെയാണുള്ള അവസ്ഥ. അപ്പം നല്ല ലൂസായിട്ടുള്ളതും അതും വേഗം തന്നെ കഴുകി വാഷ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ കേർഡ് ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കിനെ പറ്റിയാണ്. ഡ്രാൻഡ്രഫ് ഉള്ളവർക്ക് ഇതിന് മുമ്പ് ഞാൻ ചെയ്ത വീഡിയോ ഡ്രാൻഡ്രഫിൻ്റെ വീഡിയോ ആണ്, അത് ഞാൻ ലിങ്ക് കൊടുക്കാൻ താഴെ. അപ്പോൾ കേർഡ് പ്ലസ് ലെമൺ ഇത് രണ്ടുകൂടെ ഉപയോഗിച്ച് നമ്മുടെ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഒത്തിരി നേരം വെക്കണ്ട, കാരണം നല്ല ഡ്രൈ ആയി കഴിയുമ്പോഴും പ്രശ്നമുണ്ടാവും. ഈ ഡ്രാൻഡ്രഫ് ഉള്ളവർക്ക് വേഗം ഈ കേർഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ പാക്കാണ് കേർഡ് പ്ലസ് ലെമൺ. അതുപോലെ തന്നെ കേർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ അതിൻ്റെ കൂടെ കുറച്ച് കാസ്റ്റർ ഓയിലൂടെ കൂടി മിക്സ് ചെയ്തിട്ട് തേക്കുവാണെങ്കിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാകും. കാരണം നമ്മൾ തൈര് എന്ന് പറയുന്നത് നമുക്ക് വലിയ പ്രശ്നമില്ല. അതുപോലെ തന്നെ തൈരും എഗ് വൈറ്റ് ഇഷ്ടമുള്ളവർക്ക് എഗ് വൈറ്റും അല്ലെങ്കിൽ രണ്ടുകൂടെ മിക്സ് ചെയ്തിടുന്നവരും ഉണ്ട് കേട്ടോ. എന്തിട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഡ്രാൻഡ്രഫ് ഉള്ളവരൊക്കെ ആണെങ്കിൽ മുടി പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി ആ ഓയിൽ അതിനകത്ത് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ആദ്യം നമ്മളൊന്ന് ഓയിൽ ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഹെയർ പാക്ക് ഇടാൻ ശ്രദ്ധിക്കുക. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടമായിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഒട്ടും മറക്കണ്ട, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.